കേരള PS 2/11/2023 നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ചോദ്യം 1. താഴെയിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ചോദ്യം 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏത്? ഉത്തരം എ ആണ് ആദി ഭാഷ. ചോദ്യം 2. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം സി ആണ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ചോദ്യം 3. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി കാക്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഉത്തരം ഡി ആണ് പോർച്ചുഗൽ. ചോദ്യം 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? ഉത്തരം സി ആണ് 1901. ചോദ്യം 5. തെക്കൻ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത്? ഉത്തരം ബി ആണ് ഇൻക സംസ്കാരം. ചോദ്യം 6. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം എ ആണ് MGS നാരായണൻ. ചോദ്യം 7. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തരം എ ആണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ചോദ്യം 8. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏത്? ചോദ്യം 8. അതിൻ്റെ ഉത്തരം ഡി ആണ് ആർഗോൺ, CO2. ചോദ്യം 9. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ചോദ്യം 9. ഉത്തരം ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ചോദ്യം 10. ഹെമീസ് ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത്? ഉത്തരം സി ആണ് എറണാകുളം. ഉത്തരം സി ആണ് ഹിമപ്പുലി. ചോദ്യം 11. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി ആണ് തിരുവനന്തപുരം. ചോദ്യം 12. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഉത്തരം സി ആണ് 2. ഉത്തരം സി ആണ് കൊച്ചി. ചോദ്യം 13. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത? 13. അതിൻ്റെ ഉത്തരം ബി ആണ് കോൺവെക്സ്. ഉത്തരം ബി ആണ് 1. ചോദ്യം 14. ഉൽപാദന സാധ്യത വക്രത്തിൻ്റെ ആകൃതി ഏത്? ചോദ്യം 14. ഉത്തരം സി ആണ് കോൺകേവ്. ചോദ്യം 15. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം? ഉത്തരം എ ആണ് RBI. ചോദ്യം 16. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ചോദ്യം 16. ഉത്തരം ബി ആണ് വില മെക്കാനിസം. ചോദ്യം 17. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഉത്തരം എ ആണ് പോസിറ്റീവ്. ചോദ്യം 18. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏത്? ചോദ്യം 18. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം? ഉത്തരം സി ആണ് മൊണോ. ചോദ്യം 19. മൗലിക ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ചോദ്യം 19. ഉത്തരം ബി ആണ് 42. ചോദ്യം 20. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഡി ആണ് രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 21. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏത്? ഉത്തരം എ ആണ് 1978. ചോദ്യം 22. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആര്? ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ? ഉത്തരം ഡി ആണ് GV മാ.
ചോദ്യം 23. പൗരസ്ത്യ ഭേദഗതി നിയമം പാസ്സാക്കിയത് ആര്? ഉത്തരം ബി ആണ്, 2019 ഡിസംബർ 11. ചോദ്യം 24. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഉത്തരം ഡി ആണ്, വരുമാന നികുതി. ചോദ്യം 25. ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഉത്തരം സി ആണ്, നീതി ആയോഗ്. ചോദ്യം 26. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഉത്തരം എ ആണ്, 74. ചോദ്യം 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആര്? ഉത്തരം ഡി ആണ്, ജസ്റ്റിസ് എം പരീത് പിള്ള. ചോദ്യം 28. കേരള ഭൂപരിഷ്കരണ നിയമ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏത്? ചോദ്യം 28. എ ആണ് അതിൻ്റെ ഉത്തരം, 1969. ചോദ്യം 29. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്ര? ഉത്തരം സി ആണ്, 100. ചോദ്യം 30. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം ബി ആണ്, 2008. ചോദ്യം 31. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഡി ആണ്, 2018. ചോദ്യം 32. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെ? ചോദ്യം 32. ഉത്തരം ഡി ആണ്, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. ചോദ്യം 33. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഉത്തരം ബി ആണ്, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നത്. ചോദ്യം 34. 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ചോദ്യം 34. ഉത്തരം എ ആണ്, മണ്ണിൻ്റെ ലവണീകരണം തടയും, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. ചോദ്യം 35. ആൻറ്റി സെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ചോദ്യം 35. ഉത്തരം ബി ആണ്, ജീവകം ഇ. ചോദ്യം 36. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 36. ഉത്തരം ഡി ആണ്, പ്രസ്താവന എയും ബിയും ശരിയാണ്. ചോദ്യം 37. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? 37. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സി ആണ്, സെറിബ്രം. ചോദ്യം 38. അന്തരീക്ഷ നിർമ്മാണം ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചോദ്യം 38. ഉത്തരം എ ആണ്, ആർക്കിമിഡീസ് തത്വം. ചോദ്യം 39. യു വി തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം സംഭവിക്കുക? ചോദ്യം 39. ഉത്തരം സി ആണ്, എക്സ് തരംഗം. ചോദ്യം 40. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ഉത്തരം എ ആണ്, പാർസക്. ചോദ്യം 41. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ഒരു കിണറ്റിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് 400 കിലോ ജലം പമ്പ് ചെയ്യുവാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്ര? അതിൻ്റെ ഉത്തരം ഡി ആണ്, 1600 വോൾട്ട്. ചോദ്യം 42. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ഒരു ഏകാത്മക മിശ്രിതം ഉത്തരം സി ആണ്, ഉപ്പുവെള്ളം. ചോദ്യം 43. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? ചോദ്യം 43. ഉത്തരം ബി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ചോദ്യം 44. സ്വർണ്ണ, ഉപ്പ്, വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗത്തിൽ പെടുന്നു? ചോദ്യം 44. ഉത്തരം എ ആണ്, മിശ്രിതം, സംയുക്തം. ചോദ്യം 45. നിത്യ സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. ചോദ്യം 45. സി ആണ്, 70%. ചോദ്യം 46. ഉപലേന്ദു എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏത്? ചോദ്യം 46. ഉത്തരം സി ആണ്, ആൽഫ. ചോദ്യം 47. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം എ ആണ്, റെസ്ലിംഗ്. ചോദ്യം 48. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമനെ മണിക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ഉത്തരം ബി ആണ്, ചിറക്കൽ തമ്പുരാൻ. ചോദ്യം 40. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്ദണികളിലെ അവസാന നിലമായ
നെയ്ത്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ചോദ്യം 49. ഉത്തരം ഡി ആണ്, കടലോര പ്രദേശത്തെ. ചോദ്യം 50. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഉത്തരം ഡി ആണ്, കാലി ജഗർ. അതിൻ്റെ ആണ് രേത്ത് സമാധി. ചോദ്യം 50ൻ്റെ ഉത്തരം ബി ആണ്, രേത്ത് സമാധി. ചോദ്യം 51. 3^26 അധികം 3^27 അധികം 3^28 അധികം 3^29 അധികം 3^30 തുകയായി വരുന്ന സംഖ്യയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം സി ആണ്, 1ഉം 2ഉം. ചോദ്യം 52. 2020 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? ഉത്തരം ബി ആണ്, 2048. ചോദ്യം 53. ചോദ്യം 53ൻ്റെ ഉത്തരം ഡി ആണ്, 1ഉം 2ഉം ശരിയാണ്. ചോദ്യം 54. ഈ വാക്കിലെ അക്ഷരങ്ങളെ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാൽ സ്ഥാനമാറ്റം സംഭവിക്കാത്ത സ്വരക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? ചോദ്യം 54. ഉത്തരം എ ആണ്, 0. ചോദ്യം 55. അക്കങ്ങൾ ആവർത്തിക്കാതെ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര മൂന്നക്ക സംഖ്യകൾ എഴുതുവാൻ കഴിയും? ഉത്തരം സി ആണ്, 60. ചോദ്യം 56. ചോദ്യം 56ൻ്റെ ഉത്തരം 1ഉം 2ഉം ശരിയാണ്. ചോദ്യം 57. ചോദ്യം 57ൻ്റെ ഉത്തരം ഡി ആണ്, സഹോദരൻ്റെ ഭാര്യ. ചോദ്യം 58. ചോദ്യം 58ൻ്റെ ഉത്തരം 1ഉം 2ഉം ശരിയാണ്. ചോദ്യം 59. 400, 274, 209, 181, 172 ഡാഷ്. ചോദ്യം 59. ഉത്തരം ഡി ആണ്, 170. ചോദ്യം 60. ഒരു നിശ്ചിത തുക സാധാരണ നിരക്കിൽ 5 വർഷം കൊണ്ട് 4000 രൂപയും 9 6000 രൂപയും ആയിത്തീരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ഏത്? ചോദ്യം 60. അതിൻ്റെ ഉത്തരം എ ആണ്, 1ഉം 2ഉം. ചോദ്യം 61. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽറ്റ്? തെറ്റായ വാക്ക് ഏത്? ചോദ്യം 61. ഉത്തരം ബി ആണ്. ചോദ്യം 62. ഈച്ച് വൺ യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. അതിൻ്റെ ഉത്തരം ബി ആണ്, ഈസ്. ചോദ്യം 63. ചൂസ് ദി ബെസ്റ്റ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. ചോദ്യം 63. ഉത്തരം എ ആണ്, ഡെലീറിയസ്. ചോദ്യം 64. ഷീ കനോട്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ചോദ്യം 64. അതിൻ്റെ ഉത്തരം ഡി ആണ്, അഡാപ്റ്റ്. ചോദ്യം 64. ഷീ കനോട്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. അതിൻ്റെ ഉത്തരം ഡി ആണ്, പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത്. ചോദ്യം 65. ഷീ കുഡ് നോട്ട് ഡാഷ് ടു ദി ന്യൂ സർക്കംസ്റ്റാൻസസ്. അതിൻ്റെ ഉത്തരം ഡി ആണ്, അഡാപ്റ്റ്. ചോദ്യം 66. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയംസ്. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ചോദ്യം 66. ഉത്തരം സി ആണ്, എ ഡിഫിക്കൽട്ട്. ചോദ്യം 67. റീമ റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റഡ് ദി വർക്ക്. ഉത്തരം കംപ്ലീറ്റഡ്. ചോദ്യം 68. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് ഈഫ്. ഉത്തരം ബി ആണ്, ഈഫ് യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ. ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 69. സെലക്ട് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഐ ഓഫൺ കം ഹോം ലേറ്റ്. ഉത്തരം ഡി ആണ്. ചോദ്യം 70. വിച്ച് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് പെൻസീവിലി. ചോദ്യം 70ൻ്റെ ഉത്തരം ബി ആണ്.
ചോദ്യം 71. ക്രമമനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏത്? ചോദ്യം 71. ഉത്തരം സി ആണ്. 3 മാത്രമാണ് ശരി. ചോദ്യം 72. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ചോദ്യം 72. ഉത്തരം ബി ആണ്. 2 മാത്രം ശരി. ചോദ്യം 73. കൈയക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ? ചോദ്യം 73. ഉത്തരം ഡി ആണ്. 4 മാത്രം ശരി. ചോദ്യം 74. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? ഉത്തരം എ ആണ്. 2 മാത്രം ശരി. ചോദ്യം 75. ശരിയായ പദം കണ്ടെത്തുക. ചോദ്യം 75. ഉത്തരം ബി ആണ്. 4 ശരി. ചോദ്യം 76. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ചോദ്യം 76. ഉത്തരം സി ആണ്. 2 മാത്രം ശരി. ചോദ്യം 77. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. ചോദ്യം 77-ൻ്റെ ഉത്തരം എ ആണ്. 3 മാത്രം ശരി. ചോദ്യം 78. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? സൂര്യൻ എന്ന പദത്തിൻ്റെ അല്ലാത്തത് ഏത്? ചോദ്യം 78. ഉത്തരം ഡി ആണ്. 4 മാത്രം ശരി. ചോദ്യം 79. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ചോദ്യം 79. ഉത്തരം സി ആണ്. 2 മാത്രം ശരി. ചോദ്യം 80. തെറ്റായ തർജിമ ഏത്? ഉത്തരം ബി ആണ്. 1 മാത്രം ശരി. ചോദ്യം 81. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഉത്തരം ബി ആണ്. സെൻട്രൽ ജയിൽ. ചോദ്യം 82. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സി ആണ്. അലക്സാണ്ടർ ജേക്കബ്. ചോദ്യം 83. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ചോദ്യം 83. ഉത്തരമാണ് 18-21. 4. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 84. ഉത്തരം സി ആണ്. 1, 2, 4. ചോദ്യം 85. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച ശരിയായ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം സി ആണ്. 2 മാത്രം. ചോദ്യം 86. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയകളിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? ചോദ്യം 86. ഉത്തരം എ ആണ്. 1, 2, 4. ചോദ്യം 87. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം ബി ആണ്. 3 മാത്രം. ചോദ്യം 88. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 88. ഉത്തരം ഡി ആണ്. 11 ഡിസംബർ 1998. ചോദ്യം 89. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ബി ആണ്. 1 മാത്രം. ഉത്തരം ബി ആണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ചോദ്യം 90. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവന ഏതാണ്? ഉത്തരം ബി ആണ്. 1 മാത്രം. ചോദ്യം 91. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ചോദ്യം 91. ബി ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ചോദ്യം 92. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 92. ഉത്തരം സി ആണ്. 1, 3, 4. ചോദ്യം 93. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഉത്തരം ഡി ആണ്. ഇവ ഒന്നുമല്ല. ചോദ്യം 94. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? 94. ഉത്തരം എ ആണ്. വിശ്വാസ് മെഹ്ത്ത.
ചോദ്യം 95. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? 95. ഉത്തരം ഡി ആണ്. 1, 2, 3, 4. ചോദ്യം 96. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിമുട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്? 96. ഉത്തരം ബി ആണ്. ശാരീരിക ചലനപര ബുദ്ധി. ചോദ്യം 97. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? 97. ഉത്തരം എ ആണ്. സിഗ്മണ്ട്. ചോദ്യം 98. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? 98. ഉത്തരം ഡി ആണ്. സാമൂഹികം. ചോദ്യം 99. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് എങ്ങനെ? ചോദ്യം 99. എ. ഉത്കണ്ഠ. ചോദ്യം 100. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഉത്തരം സി ആണ്. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.